പ്രൊഡ്യൂസർ HR പിക്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. ഇല്ല ഇനി വേറൊന്നും പറയാനില്ല. ഇന്ന് അവരാണ് ഗസ്റ്റ്, അപ്പോൾ അവർ സംസാരിക്കട്ടെ. ഒരുപാട് സന്തോഷം സാർ. ഇനി நீங்களே பேசுங்க சார். இது நம்ம இடம், என்னை பற்றி ஏதாவது கொஞ்சம் நல்லா பேசுங்க. உங்களெல்லாம் போயதுக்கு அப்புறம் വെറുതെ കുശലന്വേഷണം പറഞ്ഞാണ്, വിട്ടേക്ക്. ഓക്കെ, താങ്ക് യു. അശ്വതിചേട്ടൻ അങ്ങനെ പെട്ടെന്ന് പോരുത്. ഞങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരത്തിനും സ്വന്തം പുത്രനായ സുരാജേട്ടൻ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ കണ്ടെത്തി നടത്തിയ എൻ്റെ ഒരു റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണാണല്ലേ. അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ മകനായ സുരാജേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു ചരിത്രമാണ് അല്ലേ. സുരാജേട്ടൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സുരാജേട്ടൻ ഈ മറ്റേ നമ്മുടെ കുമ്പിടിയുടെ ഒരു തിയറി ഉണ്ടല്ലോ, അതായത് ഡബിളാണ്, മൊത്തത്തിലെല്ലാം ഡബിളാണ്. സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്യുന്നു, ഒരാഴ്ചക്കുള്ളിൽ തന്നെ നാഷണൽ അവാർഡ് വിൻ ചെയ്യുന്നു. അതും കൊമേഡിയനുള്ള അവാർഡ് സുരാജേട്ടനാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ സുരാജേട്ടൻ ശരിക്കും ഒരു ചരിത്രം തന്നെയാണ്. അത് കൂടാണ്ട് ഇപ്പോൾ ഒരു ചരിത്ര നിമിഷം എന്ന് പറയാനുള്ളത്, 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ ഒരേ സമയം നടന്ന 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ സുരാജേട്ടൻ അഭിനയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സുരാജേട്ടൻ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. മാർച്ച് 27-ാം തീയതി പറഞ്ഞ പോലെ 2 സിനിമകൾ, ആ 2 സിനിമകളിൽ അഭിനയിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി. ഭാഗ്യമാണ്, ദൈവത്തിന് നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. മാർച്ച് 27-ാം തീയതി സിനിമകൾ റിലീസാകുമ്പോൾ എമ്പുരാൻ സൂപ്പർ ഹിറ്റ്, ധീര ധീര ശൂരൻ സൂപ്പർ ഹിറ്റ്, വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ്, ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം 2 ഹിറ്റ്. താങ്ക് യു. പിന്നെ ഈ സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇവരെല്ലാവരും സംസാരിക്കുക. അതിന് മുമ്പ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ വരുമ്പോൾ നമ്മളെ ഒരു പരസ്യമൊക്കെ കേൾക്കില്ലേ? ശ്വാസകോശം സ്പോഞ്ചുകൊണ്ട് ശരാശരി ഒരു ശ്വാസകോശത്തിൽ ഏകദേശം 20ഓളം കറകൾ അടിഞ്ഞു പോകാം. ആ പരസ്യം ഈ സിനിമയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മുമ്പേ നിങ്ങൾ തിയേറ്ററിൽ വരണം വീര ധീര ശൂര കാണാൻ. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ സിനിമ പോലല്ല, ഫസ്റ്റ് ഷോട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ടാവും. അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരത്തെ വരും. താങ്ക് യു. ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട്. താങ്ക് യു.